ഓം ദേവഗുരുവേ, ധർമ്മത്തിന്റെ ദീപമേ, വിദ്യയുടെയും വിവേകത്തിന്റെയും അമൃതധാരയെ. ആകാശമണ്ഡലത്തിലെ ഗ്രഹരാജാവായിട്ടുള്ള ബൃഹസ്പതി 2/6/2026 സിംഹാസനം മാറുകയാണ്. മിഥുനത്തിന്റെ വേഗത വിട്ട് കർക്കിടകത്തിന്റെ കുളിർമയിലേക്ക്, കരുണയും ജ്ഞാനവും കൈകോർത്ത് നടക്കുന്ന പാതയിലേക്ക്. ഓം ബൃഹസ്പതയേ നമ. ഓം ദേവഗുരുവേ നമ. കാലത്തിന്റെ വേഗതയിൽ ഗ്രഹഗതി മാറുമ്പോൾ കനലുകൾ പോലും പൂക്കളായി മാറിയേക്കാം. അതിചാരം എന്നൊരു വിസ്മയ യാത്രയിൽ അറിവിൻ പൊരുൾ തേടി നമുക്ക് യാത്ര പോകാം. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അറിവിന്റെ നിറകുടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലചക്രത്തിൽ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. എന്നാൽ ഗുരു നീങ്ങുമ്പോൾ ജീവിത രേഖകൾ തന്നെ പുനർലിഖിതമാകുന്നു. 2026 ജൂൺ 2 ബൃഹസ്പതി മിഥുനത്തിന്റെ അസ്ഥിരവായുവിൽ നിന്ന് കർക്കിടകത്തിന്റെ സ്നേഹജലത്തിലേക്ക് അതിചാരത്തോടെ കടക്കുന്നു. ഇത് വെറും ഒരു രാശിമാറ്റമല്ല, അവസരങ്ങൾ വേഗത്തിൽ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്കിത് പുതിയ തുടക്കമാകും, ചിലർക്കിത് പരീക്ഷയാകും. എന്നാൽ ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കുന്നവരെ ഗുരു കൈവെടിയുകയില്ല. ഇപ്പോൾ നമുക്ക് ധനുക്കൂറുകാരുടെ വ്യാഴത്തിന്റെ കർക്കിടക രാശിയിലേക്കുള്ള സഞ്ചാരത്തിന്റെ ഫലം ഒന്ന് നോക്കാം. ഗുരുവിന്റെ സ്വന്തം രാശി, അത് ധനുരാശി. താൽക്കാലിക തടസ്സം, അത് സ്ഥിരമായ ജ്ഞാനമേകും. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയാധിപനും 4ാം ഭാവാധിപനുമാണ് വ്യാഴം. വ്യാഴം 7-ൽ നിന്ന് 8-ലേക്കാണ് എത്തുന്നത്. 8ാം ഭാവം അത്ര നല്ല രാശിയല്ല. ധനനേട്ടങ്ങൾക്കും വാക് സാമർഥ്യത്തിനും ബുദ്ധി സാമർഥ്യത്തിനും വിവാഹാദി മംഗളകാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ജൂൺ 2 മുതൽ വ്യാഴം 8ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ അഷ്ടമത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഈശ്വരാധീനക്കുറവുണ്ടാക്കിയേക്കാം. അത് അത്ര ഗുണപ്രദമല്ല. എന്നാൽ കർക്കിടകൻ രാശിയിൽ വ്യാഴം ഉച്ചസ്ഥിതനായതുകൊണ്ട് ധനുരാശിയുടെ 2ാം ഭാവത്തിലേക്കും 4ാം ഭാവത്തിലേക്കും 12ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുന്നതിനും ആ ധനം പ്രയോജനപ്രദമായ രീതിയിൽ വിനിയോഗിക്കുന്നതിനും സാഹചര്യം ഉണ്ടാകും. തന്റെ വാക്കുകളെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ്. കുടുംബത്തിൽ സുഖം, സന്തോഷം, സമാധാനം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാനും വാഹനം മാറി വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിൽ ലഭിക്കുന്നതിനും ഇടയുള്ള അനുകൂല സമയമാണ്. നല്ല ജ്ഞാനം ലഭിക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും നല്ല സുഖവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇപ്പോഴുണ്ടായിരുന്ന അനാവശ്യ ചെലവുകൾക്ക് ഒരു കുറവ് വരുന്നതുമാണ്. സ്ഥാനഭ്രംശവും ഉണ്ടാകാൻ ഇടയുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇതുവരെ കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. രോഗശമനവും പ്രതീക്ഷിക്കാവുന്നതാണ്. ശരീരത്തിന്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് നല്ല കുറവ് വരുന്നതാണ്. പൂർവ്വപുണ്യം നിശ്ചയമായും ലഭിക്കുന്ന സമയമാണ്. വാഹനങ്ങൾക്കുണ്ടായിരുന്ന ക്രമക്കേടുകളെല്ലാം മാറ്റി അനുയോജ്യമായ രീതിയിലേക്ക് വന്നു ചേരുന്നതാണ്. വീടിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാഹചര്യമുണ്ടാകും. സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ധനുരാശിയുടെ അഷ്ടമരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവാധീനം നേടിയെടുത്താൽ ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ നിശ്ചയമായും ലഭിക്കുന്നതാണ്. വിദിതൻ തൂലിക ചലിപ്പിക്കും നേരത്ത് ശുഭമായി ഭവിക്കട്ടെ സർവ്വതും മർത്യരിൽ. ഗുരുവിൻ കടാക്ഷം കവചമായി നിൽക്കവേ ദുരിതങ്ങൾ മായുന്ന പുലരി ഉണ്ടാകാം. ഗ്രഹഗതികൾ മാറാം, നിഴലും വെളിച്ചവുമെല്ലാം മാറി മാറി മറിയാം. എന്നാൽ ശുഭചിന്തയും കർമ്മശുദ്ധിയും കൈമുതലാക്കിയാൽ ഏത് അതിചാരത്തെയും നമുക്ക് അതിജീവിക്കാനാകും. കർക്കിടകത്തിലെ ഈ ഗുരുപ്രഭാവം ഏവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും വെളിച്ചം കൊളുത്തിയെങ്കിൽ ധർമ്മത്തിന്റെ നിശബ്ദ സമ്മതമായി നൽകൂ ഒരു ലൈക്ക്. ഈ ജ്ഞാനം മറ്റൊരു ജീവിതത്തിലേക്കും എത്തണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഋഷിപ്രോക്തത്തിലെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കുക. ഓം ഗുരുവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.